ഈശോയുടെ കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. പ്രിയരെ, നമുക്ക് ഈ ദിവസത്തെ പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം ആരംഭിക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുദിനം, ഉപവാസത്തിൻ്റെ ദിനം, ആരാധനയുടെ ദിനം. അഭിയന്യ തിരുമേനി എഴുന്നള്ളി വിശുദ്ധ ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുന്ന ദിനം. അങ്ങനെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതകളിലൂടെ, ആത്മീയമായ ഒരു ദിനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദിവസത്തേക്കൊന്ന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതം നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞ് ഈ ദിവസം നമുക്ക് ആരംഭിക്കണം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രാത്രി നല്ലൊരു കാലാവസ്ഥ നൽകി, ഈ കഴിഞ്ഞ ദിനം ഏറ്റവും കരുതലോടെ പരിപാലിച്ചതിനൊക്കെ ഈശോയെ അങ്ങേക്കൊരായിരം നന്ദി കർത്താവേ. അനേകര്, നിങ്ങൾക്കറിയാം കർത്താവ്, അനേകര് ഈ ലോകം വിട്ട് കടന്നു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വലിയ പ്രതീക്ഷകളോടെയൊക്കെ വിശ്രമത്തിനായിട്ട് കിടന്നവര് ഇന്ന് പ്രഭാതം കാണാതെ പോയവരുണ്ട്. അപകടങ്ങൾ സംഭവിച്ചവർ, വലിയ വലിയ രോഗങ്ങൾ തിരിച്ചറിഞ്ഞ മക്കളുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അവരിൽ ഒരാളാകാതെ ആരോഗ്യത്തോടു കൂടി, അതിലേറെ ഉന്മേഷത്തോടു കൂടി ഈ വലിയ നോമ്പിൻ്റെ 5-ാമത്തെ വെള്ളിയാഴ്ച ഉപവാസത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കി ഈ ആലയത്തിൽ കൂട്ടിവരുത്തിയതിന് ഈശോയെ അങ്ങേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ചേർന്നൊന്ന് പറയാം: യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയരെ, നമ്മൾ ഇന്ന് സങ്കീർത്തന പ്രാർത്ഥനയോടെയാണ് ഈ പ്രഭാതം ആരംഭിക്കുന്നത്. നിന്റെ ശത്രുക്കൾക്കെതിരെയുള്ളൊരു പ്രാർത്ഥന എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ നൽകുന്നുണ്ട്. 64-ാമത്തെ സങ്കീർത്തനം. ഗൂഢശത്രുക്കൾക്ക് ഗൂഢമായിട്ട് പുറമേയൊക്കെ നിന്നെ വലിയ ഇഷ്ടമാണെന്ന്, താല്പര്യമാണെന്ന് കാണിക്കുകയും എന്നാൽ നിന്നെ തരം കിട്ടിയാൽ ഉപദ്രവിക്കാൻ, വള്ളു പറയാൻ, നിനക്കെതിരെ ആരോപണങ്ങൾ, ദുഷ്ടതരങ്ങൾ പറയാനൊക്കെ സാത്താൻ നിയോഗിച്ചിരിക്കുന്ന ശത്രു സൈന്യത്തെ, ഗൂഢശത്രുക്കൾക്കെതിരെയുള്ളൊരു പ്രാർത്ഥനയാണ് 64-ാമത്തെ സങ്കീർത്തനം. പ്രിയരെ, ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇപ്രകാരമുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം വലിയൊരു ആയുധമായിട്ട് ഉപയോഗിച്ച് പ്രാർത്ഥനാപൂർവം ശത്രുഭയത്തിൽ നിന്ന്, ഗൂഢശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുക എന്നൊരു വലിയൊരു വാഗ്ദാനം കൂടി ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ആരംഭിക്കാം ഈ പ്രഭാതം പരിശുദ്ധ തൃത്വത്താൽ, വിശുദ്ധ കുരിശനാൽ നമ്മളെ തന്നെ മുദ്രണം ചെയ്ത് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന: സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഗൂഢശത്രുക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന. ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും
നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാത്തവണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്നവനെ എയ്തു കളയുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ച് കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു. നമ്മെ ആർ കാണുമെന്ന് അവർ പറയുന്നു. അവർ ദ്രേഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്കൊരു സൂക്ഷ്മസൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു. ഓരോരുത്തൻ്റെ അന്തരംഗവും ഹൃദയവും അഗാധവും തന്നെ. എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കയാൽ അവർ ഇടറി വീഴുവാനിടയാകും. അവരെ കാണുന്നവരൊക്കെയും തലകുലക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാന്മാർ യഹോവയിൽ ആനന്ദിച്ചവനെ ശരണമാക്കും. ഹൃദയപരാത്മകൾ എല്ലാവരും പുകഴും. കണ്ണുകളടയ്ക്കും. സന്തതിയോടെ ഈശോയുടെ മുൻപിൽ നിൽക്കുക. ശാന്തതയോടെ ഈശോയുടെ മുൻപിൽ നിൽക്കുക. വിശപൂർണമായിട്ടും അനുഗ്രഹിക്കുന്ന ഒരു ദിനമായിട്ട് ഈ ദിവസം മാറണം. എല്ലാ ചിന്തകളും മാറ്റിവെക്കുക. ഏറ്റവും ശാന്തമായിട്ട് ഈശോ നമ്മളോട് പറയുന്ന തിരുവചനത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട്, കർത്താവേ, അങ്ങേക്ക് എന്നോട്, ഞങ്ങളോട് ഇന്നേ ദിവസം നൽകാനായുള്ള സന്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തണമേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. ഈശോയിലേക്കൊന്ന് കൊടുത്തേ. ആ കേട്ട തിരുവചനം 1 കൊരിന്ത്യർ 9:27 തിരുവചനം. ഈശോനോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? വലിയ ആദർശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വാക്കിലാണെന്ന് മാത്രം. വലിയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് നമുക്ക്. മറ്റുള്ളവരുടെ മുൻപിലാണ് മാത്രമേ ഉള്ളൂ അത്.
എൻ്റെ വ്യക്തി ജീവിതം ആരും കാണാത്ത, ആർക്കും ഞാൻ വെളിപ്പെടുത്താത്ത, ആരും കാണില്ലെന്ന് കരുതി മറച്ചു പിടിച്ചിരിക്കുന്ന ഒരിരുണ്ട വശം നമുക്കുണ്ടെങ്കിൽ, ഒരു മുഖമൂടി അണിഞ്ഞാണ് ഞാനിന്ന് ഈ ആലയത്തിൽ, എൻ്റെ ഭവനത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ, ആ മുഖമൂടിക്ക് പിന്നിലുള്ള നമ്മളെ ക്രിസ്തുവിനെ സമർപ്പിക്കുക. ആരും കാണില്ലെന്ന് കരുതി ഞാൻ ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തികൾ, ആരും കേൾക്കില്ലെന്ന് കരുതി ഞാൻ പറയുന്ന ചില വാക്കുകൾ, സാരമില്ല പോട്ടെ, എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഒന്ന് ഈശോയിലേക്ക് ഒന്ന് കൊടുക്കണം. കണ്ണുകൾ അടച്ച് കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. നീ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും, നീ എത്ര തന്നെ പ്രസംഗിച്ചാലും, ഈശോയുടെ മുൻപിലെ നിനക്കുള്ള അളവ് പോലെ, നിനക്കുള്ള അളവ് പോലെ ഇതാണെന്ന് തിരിച്ചറിയുക. കൊടുക്കുക, ഈശോയിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് കൊടുക്കുക. കർത്താവേ, ഞാൻ ചെയ്തതോ തെറ്റുപോയ അവസ്ഥയോ തെറ്റിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളോ ദിവസങ്ങളോ എല്ലാം ഞാൻ അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ്. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് നിന്റെ ശരീരം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ശരീരത്തെ ദുഷിപ്പിക്കുന്ന മേഖലകളിലൂടെ നീ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, ചിട്ടിക പാപങ്ങൾ, അരുതാത്ത ചിത്രങ്ങൾ, ലഹരിയുടെ മേഖലകൾ, തെറ്റായ ബന്ധങ്ങൾ, വിവാഹമെന്ന കൂദാശയ്ക്ക് പുറത്തുള്ള ചില ബന്ധങ്ങൾ, ചില വ്യക്തികളോട് വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹം, ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് നൽകുന്ന അമിതമായ പ്രാധാന്യം, എന്തിനേക്കാളും ഏറ്റവും പ്രാധാന്യം ആരോഗ്യത്തിന്, കർത്താവിനേക്കാളും പ്രാധാന്യമാണ്. അങ്ങനെയുള്ള മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയിലേക്ക് കൊടുത്ത് നമ്മൾ എത്ര തന്നെ കരുതിയാലും ശ്രദ്ധിച്ചാലും മുൻകരുതലുകൾ എടുത്താലും ഈശോയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, കർത്താവ് ആഗ്രഹിച്ചെങ്കിലേ അതൊക്കെ ഫലപ്രാപ്തിയിലേക്ക് വരത്തുള്ളൂ കേട്ടോ. എത്ര തന്നെ മുൻകരുതലുകൾ എടുത്താലും ഈശോയുടെ സാന്നിധ്യവും പ്രീതിയും കൂടി വേണമെന്ന് പ്രത്യേകം അറിയുക. ആഹാരം നിന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ അതുപേക്ഷിക്കുക. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തൊരു കൊടിയ ചെന്നായി നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുനാഥ അനുഗ്രഹിക്കണമേ.
ശാന്തമായിട്ട് ഈശോയുടെ കൂടെ നമ്മൾ ഈ ദിവസം ആരംഭിക്കുകയാണ്. ഈശോയുടെ തിരുവചനം നമ്മൾ ശ്രവിച്ചു. 1 കൊരിന്ത്യർ 9:27 ഇനി ഒരിച്ചിരി സമയം ഏറ്റവും ധ്യാനാത്മകമായിട്ട് ഈശോയുടെ കൂടെ ചെലവഴിക്കുക. ഈ സമയത്താണ് നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ നമ്മൾ ഈശോയ്ക്ക് പിറുപിറുക്കുകയല്ല, ഈശോയോട് സംസാരിക്കുന്നത്. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, ഇവ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കേണ്ട സമയം കൂടിയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, മറ്റാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഈശോയെ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു ദൈവിക സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകം ഓർക്കുക, പല വിചാരങ്ങളെല്ലാം മാറ്റിയേക്കണം. ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ നേരിടുന്ന സമയം. കാരണം എത്ര തന്നെ വിശുദ്ധ കുർബാനയിലോ ആരാധനകളിലോ കുടുംബ പ്രാർത്ഥനകളിലോ സന്ധ്യാപ്രാർത്ഥനകളിലോ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വലിയൊരു കൃപ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഇതിനുള്ള സമയമാണ്. ചില പ്രാർത്ഥനാ സഹായികളൊക്കെ നൽകുമ്പോൾ ആ മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നോമ്പിൻ്റെ 5ാമത്തെ വെള്ളിയാഴ്ച ഈ ദിനത്തെ ഒന്ന് സമർപ്പിക്കുക. ഇന്ന് ഉപവാസം എടുക്കുന്ന മക്കൾ അനേകരുണ്ട്. ഉപവാസത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികര്, പറയുന്ന മേഖലകളൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈശോയിലേക്ക് ഒന്ന് കിടക്കുക. നമ്മുടെ ഇടവകയെ പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ കലഹത്തിൻ്റെ ദുരാത്മാവ് ശക്തമായിട്ട് ഇടവകയിലെ ചില വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്വേഷത്തിൻ്റെ, കലഹത്തിൻ്റെ, ബള്ളു പറച്ചൽ, കുറ്റപ്പെടുത്തലുകളുടെ, സാമ്പത്തിക മേഖല എല്ലാം വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാത്ത വ്യക്തികളെ, ആരാധനകൾക്ക്, വിശുദ്ധ കുർബാനകൾക്ക്, സഭയുടെ കൂദാശകൾക്കെതിരെ നിൽക്കുന്ന മക്കളെ അവരുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പറയുന്നുണ്ട് കേട്ട സമയം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് കടന്നു വന്ന എന്നെ എത്രയോ പേരുടെ വിശപ്പ് മാറ്റിയ, എത്രയോ രോഗികളെ സുഖപ്പെടുത്തിയ, സമൂഹത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ ജുങ്കക്കാരോടും വേശ്യകളോടും കൂടെ അവരെടുത്തുയർത്താനായിട്ട് പ്രവർത്തിച്ച എന്നെ പോലും യഹൂദ ജനം കല്ലെറിഞ്ഞ് അതിക്രൂരമായിട്ട് മരണത്തിന് വിധിച്ചെങ്കിൽ എനിക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നീ സഞ്ചരിക്കുമ്പോൾ കല്ലേറുകളും കുറ്റപ്പെടുത്തലുകളും വീഴ്ചകളും പ്രലോഭനങ്ങളും പൈശാചിക ശക്തിയുടെ, തിന്മയുടെ ശക്തിയുടെ ശക്തമായ ആക്രമണങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട്. വിശുദ്ധിയോടെ, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധി അതിപ്രധാനമാണ്. വിശുദ്ധിയോടെ തിരുവചനത്തിലൂന്നി പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായിട്ടും നിന്റെ ശരീരത്തെ കളങ്കിതമാക്കുന്ന യാതൊരു മേഖലകളിലും
ഏർപ്പെടാതിരിക്കുക. ഈശോയോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രിയരൊന്ന് ഈശോയിലേക്ക് ഒന്ന് കിട്ടട്ടെ. ഇന്നത്തെ നമ്മുടെ ബൈബിൾ കൺവെൻഷൻ്റെ ആരംഭ ദിനമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മളോട് വചനം പറയുന്നത് സുബിൻ, അടൂരിൽ നിന്ന് സുബിൻ മാത്യു അച്ഛൻ. അനുകൂലമായൊരു കാലാവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. ഈശോയേ, ഈശോയേ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ മഴ മാറട്ടെ. ആരാധന, 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 ആരാധന. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഒന്ന് ഈശോയിലേക്ക് എടുക്കാം. ഒരു കൂട്ടുകാരനെ പോലെ പറഞ്ഞേച്ചാൽ മതി. ആരെങ്കിലും പറഞ്ഞ വാക്കോ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു മുറിവായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് ഇന്ന വ്യക്തി പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഇന്ന കുടുംബം ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഒരു മുറിവായിട്ട് എന്നിൽ കിടക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി അവനോട്, അവളോട്, ആ കുടുംബത്തോട് ഞാനിതാ ഹൃദയപൂർവം ക്ഷമിക്കുന്നു. അവൻ്റെ, അവളുടെ, കുടുംബത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഞാനാണ് കുറ്റക്കാരനെങ്കിൽ, ഞാൻ ആർക്കെതിരെയാണോ അനീതി പ്രവർത്തിച്ചതെന്ന് ഈശോ വെളിപ്പെടുത്തുന്നത് അവരോട് ഈ സമയം മാപ്പ് പറഞ്ഞേക്കണം. എൻ്റെ പൊന്നു മകനെ, മകളെ, സുഹൃത്തെ, ഞാൻ ചെയ്തത് തെറ്റായെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. മനസ്സിലേക്ക് ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബത്തെ കൊണ്ടുവന്ന് ഞാനാണ് തെറ്റുകാരനെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. അത് വലിയൊരു കൃപയാകട്ടോ. കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ സാധിക്കൂ. കണ്ണുകൾ അടച്ചൊന്ന് പറഞ്ഞേ. യേശുവേ, രോഗികളായവര്, പ്രാർത്ഥന ആവശ്യപ്പെടുന്ന മക്കള്, ആവശ്യപ്പെട്ട മക്കള് തെറ്റുകളിലൂടെ ചരിക്കുന്നുണ്ടെന്ന് കർത്താവ് ആരെങ്കിലും കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ചില വ്യക്തികൾ അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ അവർ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, പറയുന്നത്, കാണുന്നത്, കേൾക്കുന്നത് തെറ്റാണെന്ന ഒരു ബോധ്യം അവർക്കില്ലെങ്കിലും ചിലപ്പോൾ കർത്താവ് നമുക്ക് നൽകിയേക്കാം. ഇന്ന വ്യക്തികൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലൊക്കെ വൈശാചികതയുണ്ടല്ലോ, തിന്മയുണ്ടല്ലോ എന്ന്. അപ്പോൾ ആ മേഖലകളൊന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി, പൈശാചിക ശക്തികളെ മാറ്റുന്നതിനുള്ള വലിയൊരു ഉപാധിയാണ്. ഇന്ന വ്യക്തി, ഇന്ന കുടുംബം, കുറ്റപ്പെടുത്തലിൻ്റെ, അഹങ്കാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, ജഡികതയുടെ, വ്യഭിചാരത്തിൻ്റെ തെറ്റായ മേഖലകളെല്ലാം നീങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പരിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഇന്ന വ്യക്തിയെ, നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൻ്റെ തിന്മയുടെ മേഖലകൾ വിട്ടകലുന്നതിന് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഇന്ന വ്യക്തിയുടെ, ഒരുപക്ഷെ നമ്മളാണെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ കുടുംബമാണെങ്കിൽ എൻ്റെ കുടുംബത്തെ, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ വ്യക്തിയുടെ പൈശാചികമേ തിന്മയുടെ ശക്തികൾ വിട്ടുപോകുന്നതിനായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. മനുഷ്യഭയം ഒരു കെണിയാണ്. സദൃശവാക്യം 29:25 കർത്താവ് തിരുവചനം എഴുതുന്നു. മനുഷ്യഭയം ഒരു കെണിയാണ്. നീ യഹോവയിൽ ആശ്രയിക്കുക, രക്ഷ പ്രാപിക്കും. മറ്റൊന്നും നോക്കണ്ട, ആരെയും പേടിക്കണ്ട കേട്ടോ. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ആരെയും ഭയപ്പെടണ്ട. യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മനുഷ്യഭയം ഒരു കെണിയാണ്. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട.
കണ്ണുകളടയ്ക്കുക. പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. ഉറക്കം, കൊട്ടുക, ദുശ്ചിന്തകൾ, വിശ്വാസക്കുറവ്, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരെ ഈശോ കാണുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാരാ? സദൃശവാക്യം 38:41. പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, എല്ലാ മേഖലകളും പരിഹരിക്കാൻ ഈശോയ്ക്ക് സാധിക്കും. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെയ്തുപോയ തെറ്റുകൾ, കുറവുകൾ, പാപങ്ങൾ അതൊന്ന് ഏറ്റുപറയാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കർത്താവേ, ഞാൻ ഇന്ന മേഖലയിൽ എനിക്കറിയാൻ തെറ്റാണെന്ന്, എന്നിട്ടത് ചെയ്തു പോയി, എൻ്റെ ബലഹീനതയെ ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ, ഏറ്റു പറഞ്ഞേക്കണം. തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. കർത്താവേ, കരുണയുണ്ടാകണേ. ഇനിയും ആ പാപം, ആ തെറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാം കർത്താവ്. ആരാധന, ആരാധന, സ്തുതി, സ്തുതി, സ്തുതി. നമ്മൾ ആഗ്രഹിക്കേണ്ടത് നിത്യജീവന് വേണ്ടിയാണ്. ഏക സത്യദൈവത്തെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. പണം, അധികാരം, സുഖലോലുപല, യാത്രകൾ, മറ്റു രീതിയിലുള്ള ലഹരികൾ, ഇതൊന്നുമല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നിത്യജീവൻ, ക്രിസ്തുവിനെ അറിയുക. യേശു അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹര ദിവസമാകണം. പ്രാർത്ഥനാപൂർവമായിരിക്കുക, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുക. പ്രത്യേകിച്ച് വൈദികരൊക്കെ പ്രത്യേകം സമർപ്പിക്കുക. ഇടയനെ അടിച്ചാൽ ആട്ടിൻകൂട്ടച്ച് ചിതറിക്കാൻ സാധിക്കും. ഇടവകയിലെ, സഭയിലെ വൈദികരുടെ വിഷമങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ, വീഴ്ചകൾ, തെറ്റുകൾ, അവർ ചെയ്യുന്ന തെറ്റുകൾ, അത് ആ വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ തെറ്റിലേക്ക് നയിക്കാൻ, ആത്മീയത, ദൈവ സാന്നിധ്യം ഇല്ലാതാക്കാനായിട്ട് സാത്താന് സാധിക്കും. വൈദികരൊക്കെ പ്രത്യേകം സമർപ്പിക്കുക. ഈശോയെ, ഞങ്ങളോട് കരുണയുണ്ടാക്കണേ. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാകണേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കാവൽ മാലാഖമാരാൽ ഞങ്ങളെ കാണപ്പെടുന്ന, കാണപ്പെടാത്ത എല്ലാ അപകടങ്ങളിൽ നിന്നും, ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിക്കണമേ. ദൈവകരുണയ്ക്കായിട്ടൊന്ന് ഈശോയോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ, ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം. വലിയൊരു സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എല്ലാ ദിവസവും അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഈ പരിശുദ്ധ സ്ലീവായാൽ നീ മുദ്രിതനാകട്ടെ. ആമേൻ. വലിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയട്ടെ. ഇതിനെ ഏറ്റവും മനോഹരമായ ദിനമായി തീരുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും, ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവ് തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയുടെ ശക്തമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയട്ടെ. ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ദിനമായി തീരുകയും പരിശുദ്ധ കൃപയാൽ കാവൽ മാലാഖന്മാരുടെ സംരക്ഷണം